ഒരു സൂത്രമുണ്ട്, ചോളഹത്യപദോപമ സൂത്രം. ഈ സൂത്രത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് നിർവ്വാണത്തിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് മുക്തിയിലേക്ക് പോകുന്നതിൻ്റെ വഴി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഭിക്ഷു ശീലം പാലിക്കണം. അതായത് ഒരു ഭിക്ഷുവിന് 10 ശീലങ്ങളുണ്ട്. ആ 10 ശീലം വളരെ കറക്റ്റായിട്ട് പാലിക്കണം. അതുകൂടാതെ വിനയത്തിൽ എന്തെല്ലാം റൂൾസ് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ഒരു അനവജ്യ സുഖം ഉണ്ടാകുന്നതാണ് പറയുന്നത്. അനവജ്യ സുഖം എന്ന് പറയുമ്പോൾ ബ്ലെയിംലെസ് ഹാപ്പിനെസ് എന്ന് പറയും. അതായത് എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സ് ശാന്തി സമാധാനം ഉണ്ടാവും. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു സുഖം ഉണ്ടാവും. അതിനെയാണ് അനവജ്യ സുഖം എന്ന് പറയുക. അത് നല്ല സുഖമാണ്, തീർച്ചയായിട്ടും ഉണ്ടാകണം. അടുത്തത് ഇന്ദ്രിയ സംവരണം എന്ന് പറയും. അതിനടുത്തത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ സംവരണം ചെയ്ത് വെക്കണം. അതായത് ഇതുകൊണ്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെ കാണരുത്, കേൾക്കരുത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളും ചെയ്യരുത്. നമ്മൾ നിയന്ത്രിക്കണം. നമ്മളെന്തെങ്കിലും കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും പാടില്ല. അതിൻ്റെ അടുത്തത് എന്ന് പറയുന്നത് സംഭജാനം എന്നാണ്. സംഭജാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്തും എല്ലാം ധ്യാനാവസ്ഥയിലായിരിക്കണം. അതാണ് സംഭജാനം എന്ന് പറയുന്ന സംഗതി. അതിൻ്റെ അടുത്തതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെ പിന്നെ നമ്മൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു ഷോർട്ടായിട്ടുള്ള വഴി.